പ്രിയപ്പെട്ട എൻ രാമേന്ദ്രൻ IPS സാറുമായിട്ടാണ് ഇന്നത്തെ സെഷന്. അദ്ദേഹത്തിൻ്റെ മരണം, സംഗീതം, കുറ്റകൃത്യം എന്ന് പറയുന്നൊരു പുസ്തകം കൂടെയുണ്ട്. അതിൽ ലോകത്തിൽ പല നിലയിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതവും മരണവും ജീവിത രീതികളെയും കുറിച്ചുള്ള അന്വേഷണവുമാണ് ഈ പുസ്തകം. യഥാർത്ഥ ജീവിതങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന പുസ്തകമാണ്. സാർ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സാറിൻ്റെ തന്നെ ഒരു കൗതുകത്തിൻ്റെ പുറത്തുള്ള അന്വേഷണമാണ് എന്ന് പറയുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിലേക്ക് സാറിനെ കൊണ്ടെത്തിച്ച ചില കാര്യങ്ങളുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് കൗതുകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പുസ്തകം തുടങ്ങുന്നത് റേഡിയോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം റേഡിയോ സാറിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണെന്ന് അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അത് കേൾക്കാനും കൂടെ എനിക്കൊരു താല്പര്യമുണ്ട്. സാർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രിയപ്പെട്ട ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മിസ്റ്റർ റാഷീദ്, ഇപ്പോൾ റാഷീദിൻ്റെ ചോദ്യം വളരെ ഒരു കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. കാര്യം ഈ സമയത്ത് റേഡിയോയുടെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ നവമാധ്യമ രംഗത്ത് എല്ലാം പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിങ്ങനെ അനുദിനം പുരോഗമിച്ച് വരുമ്പോൾ എന്തുകൊണ്ട് റേഡിയോയ്ക്ക് എന്താണ് പ്രസക്തി? അത് റേഡിയോയ്ക്കൊരു പ്രസക്തി ഉണ്ട് എന്ന് അടിവരയിട്ട് നമുക്ക് പറയേണ്ടി വരും. കാര്യം നമ്മൾ റേഡിയോയുടെ ഒരു കാലത്തൊരു ചക്രവർത്തിയായിട്ട് വാണരുളിയ റേഡിയോയുടെ ആ ദയനീയമായ തിരോധാനം നമ്മൾ ഓർമ്മയിൽ എന്നുമെന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഇത് മാഞ്ഞുപോയ ഒരു ഗതികേട്. റേഡിയോ ഒരു വീട്ടിൽ ഏറ്റവും പൂമുഖത്ത് അല്ലെങ്കിൽ ആ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയിൽ ആതിഥേയരുടെ കണ്ടിലുണ്ണിയായി നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ റേഡിയോയെ കൈവച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ റേഡിയോ ആദ്യം ഇന്ന് നമുക്ക് ഏറ്റവും പുതിയൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് നമുക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ ഒരു 1000 ഇരട്ടി സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ ആ റേഡിയോ ആദ്യം കണ്ടപ്പോൾ എൻ്റെ ആ റേഡിയോ ആദ്യമായിട്ട് റേഡിയോയുടെ നോബ് തിരിക്കുമ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്കത് മനസ്സിലാകുകയില്ല. അത് റേഡിയോ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ലൈസൻസ് ഉണ്ടായിരുന്നു. റേഡിയോയ്ക്ക് ഒരു കാലത്ത് ലൈസൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ലൈസൻസ് ആ സിസ്റ്റം മാറി. റേഡിയോ വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ പോരാ, റേഡിയോക്ക് ഏരിയയിൽ കിട്ടണം. അത് കൃത്യമായിട്ട് വലിയൊരു ജോലിയാണ്. ഇങ്ങനെ റേഡിയോയുടെ ഓരോ സ്റ്റേഷൻസും ഇങ്ങനെ നമ്മളെ തപ്പിപ്പിടിച്ചെടുത്ത് ഹൃദയസ്ഥമാക്കി അത് കൃത്യമായിട്ട് എന്നും കൈകാര്യം ചെയ്യില്ലെങ്കിൽ ആ സ്റ്റേഷൻ നമ്മുടെ പെട്ടെന്ന് അതിൻ്റെ ആ റിസപ്ഷൻ കുറയും. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്ന. റേഡിയോയിൽ കൂടെ പലരെയും കണ്ടുമുട്ടിയ കാര്യം, ആ റേഡിയോ ഒരു ഇന്ത്യയിൽ എല്ലാ ലോകത്ത് മുഴുവൻ പേരും അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭ ഒരു വനിതാ രത്നം ആ റേഡിയോ എനിക്ക് ആ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ എൻ്റെ കയ്യിൽ വന്ന കാര്യം. അതുപോലെ തന്നെ ആ റേഡിയോയുമായിട്ട് ആ റേഡിയോയിൽ കൂടി പല മഹാവ്യക്തിത്വങ്ങളുമായിട്ട് അടുത്ത് ഇടപെടാൻ സാധിച്ചത് ഒക്കെ ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. റേഡിയോയുടെ ആവിർഭാവം, വിവിധ് ഭാരതിയുടെ നമ്മുടെ നാട്ടിൽ ആദ്യം ഉണ്ടായത് എങ്ങനെയാണ്, റേഡിയോ സിലോൺ, അതുപോലെ തന്നെ ഛായാഗീത്, മനോരഞ്ജൻ എന്ന് പറഞ്ഞ പല പല മെഹഫിൽ പ്രോഗ്രാമുകൾ, എങ്ങനെയാണ് റേഡിയോ എന്നെ ഉറുദു പഠിപ്പിച്ചത്. അപ്പോൾ റേഡിയോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭിവാജ്യ ഒരു ഘടകമാണ് ഇന്നും അന്നും എന്നും. പക്ഷേ ഒരു കാലത്ത് റേഡിയോ ഞാനും മറന്നു. ഈ റേഡിയോ ഇങ്ങനെ പൊടി പിടിച്ചൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ കോവിഡ് സമയത്താണ് വീണ്ടും ആ റേഡിയോ എനിക്ക് തിരിച്ച് ഞാൻ കാണുന്നത്. കാര്യം 1921 നിർമ്മിച്ച റേഡിയോ, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം ഉണ്ടാക്കിയ റേഡിയോ, അതിന് ആൻറ്റിന പോലും വലിയ ആൻറ്റിന ഇല്ല, വെറും ഒരു സ്റ്റിക്കാണ് ആൻറ്റിന എന്ന് പറഞ്ഞാൽ. എന്താ വെച്ചാൽ ഏതെങ്കിലും നമ്മളൊരു യുദ്ധസ്ഥലത്ത് പോകുമ്പം ഏരിയയിലൊന്നും കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഒരു സ്റ്റിക്ക്, അന്നൊരു പേറ്റൻ്റ് ടെക്നോളജി, ഒരു സ്റ്റിക്ക് വെച്ചാണെന്ന് ഇതിൻ്റെ റിസപ്ഷനൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ആ റേഡിയോയിൽ കൂടെ വന്ന വളർച്ച, റേഡിയോയുടെ വളർച്ച, വിവിധ് ഭാരതിയുടെ വളർച്ച ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതുവഴി മറ്റേ അരുണ സഫലി, പേട്രിയറ്റ് ദിനപത്രം, അതുപോലെ തന്നെ ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ റേഡിയോയിൽ കൂടി മനസ്സിലാക്കാനും. അതുപോലെ മർഫി രാമയ്യർ എന്ന് പറഞ്ഞ വലിയൊരു പ്രതിഭാധനായ മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ ഈ മർഫി രാമയ്യർ ആർക്കും അറിയില്ല. ഒരു കാലത്ത് സോണി കോർപ്പറേഷനിൽ നിന്ന്
ഇവിടെ ആൾ വന്ന് തപ്പി മർഫി രാമയ്യനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് വാൽവ് റേഡിയോയുടെ പുതിയ ടെക്നോളജികൾ പഠിക്കാൻ വേണ്ടി. അപ്പോൾ ആ മർഫി രാമയ്യരുടെ കഥകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊരു രസകരമായ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് വേണ്ടി തന്നെ എഴുതിയൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് ആ അധ്യായം വായിക്കുമ്പോഴേ സാറിന് റേഡിയോയോടുള്ള ഒരു അഭിനിവേശം നമുക്കതിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ സാറേ അടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒരു കാലത്ത് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന അല്ലെങ്കിൽ പരിചിതമായ പേരാണ് കൊളംബിയൻ ഫുട്ബോളർ ആന്ദ്രേ എസ്കോബാർ. അദ്ദേഹത്തിനെക്കുറിച്ചും ഇതിലൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ മയക്കുമരുന്ന് രാജാവ് പാബ്ലോ എസ്കോബാറിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൗതുകം എന്താ വെച്ചാൽ ഫുട്ബോളും മരിജുവാനയും തമ്മിലുള്ള അക്കാലത്തെ അഭേദ്യമായ ബന്ധമാണ്. ഇന്നെന്തോ എന്നെനിക്കറിയില്ല. അതിൽ ചോദ്യം ഇതാണ്, ഈ സംഭവം എഴുതുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൊളംബിയൻ ഈ സംഗതി എഴുതുമ്പോൾ സാറ് വിട്ടുപോയത് അല്ലെങ്കിൽ എന്താ പറയുക, അയ്യോ ഇതൂടെ എഴുതായിരുന്നു, പുസ്തകം വന്നതിന് ശേഷം ഇതൂടെ എഴുതായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും സംഗതി ഉണ്ടോ? അത് ഒരു രഹസ്യം പോലെ ഇനി എഴുതാൻ വെച്ചതാണെങ്കിൽ കൂടെ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ രസമായിരിക്കും. ഈ പാബ്ലോ എസ്കോബാർ എന്ന് പറയുമ്പോൾ പാബ്ലോ എസ്കോബാറല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആന്ദ്രേ എസ്കോബാർ ആണോ എന്ന് ചോദിക്കും. ഇപ്പോൾ കോഴിക്കോടുകാരോട് ചോദിച്ചാൽ പറയും അത് ഫുട്ബോളർ ആന്ദ്രോ എസ്കോബർ അല്ലേ എന്ന് ചോദിച്ചു. ജനറലായിട്ട് വേറെ സ്ഥലത്ത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് പാബ്ലോ എസ്കോബർ. നമ്മൾ ടി വിയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ പാബ്ലോ എസ്കോബറിൻ്റെ എപ്പിസോഡ്, അതാണോ എന്ന് ചോദിക്കും. നെറ്റ്ഫ്ലിക്സിൽ വന്ന്. അപ്പോൾ ഇതൊന്നും അല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു സ്പോർട്സ് അതെങ്ങനെ കറപ്റ്റ് ചെയ്യുന്നു ഗാംബ്ലിങ്ങിൽ കൂടെ. കാര്യം നമ്മുടെ ഒരു ഗോളടിച്ചാൽ അല്ല ഒരു ഗോൾ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചലനം അശാസ്ത്രീയമായിട്ട് തീർന്നാൽ മരണത്തിന് വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഒരു കാലത്ത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ടായിരുന്നു. കാര്യം ലോകകപ്പ് അതുപോലെ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞ ആ മത്സരങ്ങളൊക്കെ നടക്കുമ്പം വളരെ കോടിക്കണക്കിന് രൂപയുടെ ബെറ്റിങ്ങാണ് നടക്കുന്നത്. ആ ബെറ്റിങ്ങിൽ നമ്മൾ ഒരു തെറ്റ് പറ്റിയാൽ ഒരുത്തൻ്റെ എല്ലാം തീരുകയാണ്. അതുപോലെ തന്നെ അതിൽ വിജയിക്കുകയാണെങ്കിൽ ഞാൻ വലിയ ശതകോടീശ്വരർ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അളവാണ്. അപ്പം ഈ ഫുട്ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫുട്ബോൾ കളിക്കാനൊന്നും അവർക്കറിയില്ല. ആര് ജയിക്കുന്നു, ആര് ഗോളടിക്കുന്നു, എത്ര മിനിറ്റിൽ ഗോളടിച്ചു, അത് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരുന്നു, ഇതിനൊക്കെ വെച്ചാണ് ഈ വാതുവെപ്പിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ വാതുവെപ്പിനോട് അനുബന്ധിക്കാത്ത ഒരു ഫുട്ബോൾ കളിയും ഒരു കോപ്പ അമേരിക്കൻ ടൂർണമെൻറ്റോ ഒരു ഫിഫ കളികളോ ഒന്നും 2000 വരെ ഇല്ലായിരുന്നു പറയാം. 2000 പ്രിസൈസ്ലി. അപ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എസ്കോബാറിൻ്റെ മരണത്തിലേക്ക് ഒരു മനുഷ്യനെ എങ്ങനെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ വെറും ഒരു ഗോളടിച്ചപ്പോൾ രാജ്യത്തിലുണ്ടായ ആ ഒരു വികാരപ്രകടനങ്ങളുടെ ബാക്കി പത്രമായിട്ട് മരിച്ചതല്ല. ഇതിൻ്റെ പുറകെ വലിയൊരു റാക്കറ്ററിങ് ഉണ്ട്. അല്ല സാറേ, അതിൽ തന്നെ ഇയാളൊരു കൊടുത്തൊരു അഭിമുഖത്തെക്കുറിച്ച് കൂടെ പറയുന്നുണ്ട്. യെസ്, ഈ അഭിമുഖം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം തന്നെ ഇയാൾ ഒരു അനാവശ്യമായ കാര്യമായിരുന്നു പിന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അനാവശ്യമോ ആവശ്യമോ എന്ന് സ്വയം നമ്മളല്ല ജഡ്ജ് ചെയ്യേണ്ടത്. എസ്കോബാറിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു കാളപ്പോര് പോലല്ല. കാളപ്പോരിന് രക്തത്തിൻ്റെ മണമുണ്ട്. ഫുട്ബോള് സഹൃദയരുടെയും സ്നേഹാന്വേഷണികളുടെയും ഒരു ദിവ്യ ഒരു ഇതാണ്, ഒരു സ്പോർട്സാണ്. അപ്പോൾ ഇതിൽ ജയങ്ങൾ, പരാജയങ്ങൾ, അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ ഞാൻ അസന്തുഷ്ടനല്ല എന്ന് പറഞ്ഞു. ഇത് വലിയൊരു ഭയങ്കരമായിട്ട് ഒരു ചെറിയ വാക്കുകൾ എങ്ങനെ ഒരു രാജ്യം മുഴുവൻ മാറ്റിമറിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. കൊളംബിയ മുഴുവൻ മാറ്റിമറിച്ച ഒരു ദിവസം കൊണ്ട്, ഈ ഒറ്റ പ്രസ് റിലീസ് കൊണ്ട് ഈ അനഭിമിതനായി മാറിക്കഴിഞ്ഞു. കൊച്ചുകുട്ടികൾ പോലും ഈ എസ്കോബാറിനെ ആരാധിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, വാത്സല്യപൂലം നോക്കിയിരുന്ന ഒരു കുഞ്ഞു പോലും നീ വഞ്ചകനാണ് എന്ന് പറയാനായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അതിൻ്റെ പരിണിത ഫലമാണ് എന്ന് ഒരു പരിധി ആദ്യം തെറ്റിദ്ധരിച്ചെങ്കിലും അതുപോലെ ഈക്വലി റെസ്പോൺസിബിളാണ് ഈ പറഞ്ഞ വാതുവെപ്പിൻ്റെ ആ മഹാ ഒരു എന്താ പറയേണ്ടത്, ആ വ്യാധിയുടെ ആ ദുരന്തം. വാതുവെപ്പെന്നുള്ള ഒരു മഹാവ്യാധിയായിട്ട്
സ്പോർട്സ് രംഗങ്ങളിലൊക്കെ ഇന്നും പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. നമുക്കൊരു ഹാൻസി ക്രോണിയൊക്കെ പുതിയ കാലത്ത് നമുക്കതിനുള്ളൊരു ഉദാഹരണമാണ് മുഹമ്മദ് അസ്ഹറുദ്ദീൻ, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നത്. ദക്ഷിണാഫ്രിക്കൻ്റെ ഹാൻസി ക്രോണിയ കറക്റ്റ്. വാതുവെപ്പിൻ്റെ ഇരകളായിട്ടുള്ള ഈ വാതുവെപ്പിൻ്റെ ഇരകളായിട്ടും ജീവിതം അസ്തമിച്ച് പോയി കരിയർ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അപ്പം നമ്മളിതൊരു പുതിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അത് അവരുടെ മാനസിക സംഘർഷം, അന്നത്തെ കൊളംബിയൻ രീതികൾ, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ പാറ്റേണുകൾ, അതുപോലെ തന്നെ മെഡലിന് ആസ്പദമാക്കി എസ്കോബാറിൻ്റെ നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ പറഞ്ഞ ആന്ദ്രേ എസ്കോബാർ, പാബ്ലോ എസ്കോബാറിൻ്റെ സ്വന്തം ടീമുണ്ടായിരുന്നു മെഡലിന് കേന്ദ്രമാക്കിയിട്ടുള്ളത്. ആ ടീമുകളിലാണ് ഹിഗ്വിറ്റ പോലും കളിച്ചിരുന്ന ആ ടീമിലാണ്, മെഡൂസ കളിച്ചിരുന്ന ആ ടീമിലാണ്. അതിൽ പറയുന്നുണ്ട് ഒരു കളിക്കാരനെ, ഏറ്റവും മികച്ച കളിക്കാരനെ കളിപ്പിക്കാതിരിക്കുന്നത് വലിയ കളിക്കാരെല്ലാം. അതുപോലെ തന്നെ വാൽഡറാമ എന്ന് പറഞ്ഞ കളിക്കാരൻ, ഇവരെല്ലാം ആ ടീമിൽ കളിച്ചിട്ടുണ്ട്. അപ്പം അവർ പലരും പക്ഷേ ഭയത്തോടു കൂടിയാണ് കളിക്കുന്നതെന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അന്ന് നമ്മൾ അറിയാൻ പറ്റുന്നില്ല. ഒരു ചെറിയ പാകപ്പുഴ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് അന്ത്യം കുറിക്കാം. അപ്പോൾ ഭയന്ന് കഴിയുന്നു. ചിലപ്പോൾ മക്കളെ ഇത് ചെയ്തുകൊണ്ട് പോകുന്നു, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു, ഹിഗ്വിറ്റെ പിടിച്ച പോലീസ് ജയിലിലിടുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് വളരെ വിഭിന്നമായ ഒരു കാലഘട്ടവും ഒരു രീതികളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു എൻ്റേതായ രീതിയിലൊരു എളിയ ഒരു സംരംഭം എന്ന് പറയാനേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബലിയാടാണ് എസ്കോബാർ എന്നൊക്കെ തോന്നിയതിൻ്റെ ഒരു പ്രതിഫലമായിരിക്കും എൻ്റെ എഴുത്തുന്ന എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് സാറിൻ്റെ ഒരു അന്വേഷണാത്മകതയും കൂടെ ഇത്തരം ലേഖനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കണ്ടെത്താനും അത് നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ പുസ്തകത്തിലെ മറ്റൊരു കുറിപ്പ് ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ സംഗീത ലോകത്തെ വളരെ വിശദമായിട്ട് പറയുന്നത് പോലെ സാറ് വളരെ ആസ്വദിച്ചൊരു വിഷാദഗീതം പോലെ സാറ് പറയുന്നുണ്ട്. സംഗീതജ്ഞൻ ജയ്കിഷനെ കുറിച്ചാണ് ചോദ്യം. എൻ്റെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ജയ്കിഷന് അത് സംബന്ധിച്ചുള്ള അയാളുടെ ഒരു ജീവിതം. വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരാളാണ്. അപ്പം ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന ആളുകൾ മിക്കപ്പോഴും പ്രശസ്തരാണെങ്കിൽ പോലും അവരൊരു തരം വിസ്മൃതിയിലേക്ക് ആണ്ടുപോവാറുണ്ട്. ഈ സംഗീതത്തോടുള്ള താല്പര്യമായിരുന്നു സാറിൻ്റെ. എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ക്ലീഷേ പറയുന്നൊരു സാധനമുണ്ട്, കാക്കിക്കുള്ളിൽ പിന്നെ സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീത സ്നേഹി എന്നൊക്കെ പറയുന്നത് പോലെ. ഞാൻ ആ ക്ലീഷ ഒഴിവാക്കിക്കൊണ്ട് സാറിനോട് സംഗീതത്തോടുള്ളൊരു സ്നേഹവും കൂടെ ഇതിന് പിന്നിലുണ്ടായിരുന്നില്ല ഈ ജയ്കിഷൻ ഒക്കെ എഴുതാനുള്ളൊരു കാരണം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ അകാലത്തുള്ള മരണത്തെക്കുറിച്ച്. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. വളരെ ചെറുപ്പത്തിൽ റേഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയത് വെച്ചാൽ ഒരു 6-7 വയസ്സായപ്പം എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഈ റേഡിയോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ രാവിലെ വേണമെങ്കിൽ ന്യൂസ് കേൾക്കും. എൻ്റെ പിതാവ്, എൻ്റെ അച്ഛനാണ് ചിലപ്പോൾ ന്യൂസ് കേൾക്കും, ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് തന്നെ എനിക്ക് വലിയ ഈ മാന്ത്രിക പെട്ടിയോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അപ്പം തിരിച്ച് നോക്കുക. അപ്പം പല പ്രോഗ്രാമുകൾ കൂടി പലരെയും എനിക്ക് അവരെപ്പറ്റി ഇങ്ങനെ സ്വപ്നം കാണാനും അവരൊക്കെ എവിടെ ജീവിക്കുന്നു, അവരെങ്ങനെ ഇരിക്കും എന്നെങ്ങനെ ആലോചന കൊച്ചിലേ ഉണ്ടായിരുന്നു എനിക്കൊന്ന്. അപ്പോൾ പലരുടെയും പേരുകൾ എനിക്കൊരു 8-9 വയസ്സ് പറഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. ഇപ്പോൾ ജാനിസാർ അക്തർ എന്ന് പറഞ്ഞാൽ, കൈഫി ആസ്മി എന്ന് പറഞ്ഞാൽ, ഹസ്രത് ജയ്പുരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പല ആൾക്കാർ ഇതുപോലെ, അതുപോലെ തന്നെ സാഹിർ ലുധിയാൻവി, ഇങ്ങനെ നമ്മുടെ അറിയപ്പെടുന്ന പലരെ എനിക്ക് കൊച്ചിലെ തൊട്ട് അറിയാമായിരുന്നു. മാത്രമല്ല പലരുടെയും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒബ്സഷനായി മാറിക്കഴിയുമ്പോൾ ഒബ്സഷൻ ആകുമെന്ന് എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു. കാര്യം എപ്പോഴും നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുക, ഇവർ മരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക, ഇവർ മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുക. നമ്മൾ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഞാൻ ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. എങ്കിൽ പോലും എനിക്ക് ചിന്ത വരികയാണ്, ഇവർ പെട്ടെന്ന് മരിച്ചു പോയാൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവനോപാധി സംഗീതമാണോ, ഇതൊന്നും ഒരു കൊച്ചു ബാലൻ്റെ ചിന്ത വരേണ്ട കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇവരെ പറ്റി പഠിച്ച് വരുമ്പോൾ ജയകിഷൻ എന്തോ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് ഇപ്പോൾ തോന്നാൻ കാര്യം ശങ്കർ ജയകിഷൻ എന്നാണ് അന്ന് അറിയപ്പെടുന്നത്, ശങ്കർ ജയകിഷൻ. അപ്പം ശങ്കർ ജയകിഷനിൽ ശങ്കറിനേക്കാളും വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിഭാധനനാണ് ജയകിഷൻ എന്നും, ഇവരുടെ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈലാണെന്നും, ഇവർ രണ്ടും വെവ്വേറെയാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നതും, അതിലെപ്പോഴും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന മാധുര്യമൂറുന്ന ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ ആ റൊമാൻറ്റിക് ഭാവങ്ങളുള്ള ഗാനങ്ങൾ ജയകിഷൻ്റേതാണെന്നും ഒക്കെ ഒരു തോന്നൽ ഇങ്ങനെ വന്ന് എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജയകിഷൻ്റെ പാട്ടാണെന്ന് അറിയാൻ പറ്റും, ശങ്കറിൻ്റെ പാട്ടാണെന്ന് അറിയാൻ പറ്റും, അതുപോലെ തന്നെ ഖയ്യാമിൻ്റെ പാട്ട് കേട്ടാൽ അറിയാൻ പറ്റും.
ഞാനൊരു അതിശോക്തിയായിട്ട് പറഞ്ഞില്ല, എന്തോ ഒരു ഇതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറുമൊക്കെ ശരിയാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ ആരും അതൊന്നും ചെയ്യാറില്ലായിരുന്നു, അവർക്കും താല്പര്യമില്ലാത്ത കാലങ്ങളത്തെ കാര്യമാണ് പറഞ്ഞു. ഇതിങ്ങനെ വളർന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജയകിഷൻ്റെ മരണം, ജയകിഷൻ 41-ാമത്തെ വയസ്സ് മരിച്ചുപോയി. അപ്പോൾ ജയകിഷൻ്റെ മരണം എനിക്കൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദുഃഖമുണ്ടായ കാര്യമോ, ജയകൃഷ്ണൻ മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യും ഒക്കെ ഇങ്ങനെ തോന്നുക. അപ്പോൾ അന്ന് എൻ്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലൈബ്രറിയിലൊരു സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഒരു മാഗസിൻ്റെ അകത്ത് ജയകൃഷ്ണനെ പറ്റി ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിളിനകത്ത് ജയകൃഷ്ണൻ, അതുപോലെ ശങ്കർ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ് സംവിധാനം ചെയ്ത സംഗീത സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയുള്ള ഒരു കുറിപ്പുകളുണ്ടായിരുന്നു. അവസാനത്തെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, മേ സുന്ദർ ഹൂം, ഈ സിനിമയാണ് അവസാനം അത് ഇങ്ങനെ മ്യൂസിക് കൊടുത്തതെന്ന് ഞാൻ ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്, ഈ ജയകൃഷ്ണനെ പറ്റി എന്തെങ്കിലും വെറുതെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ജയകൃഷ്ണനെ പറ്റി നമ്മൾ പഠിക്കുന്നു, ജയകൃഷ്ണൻ്റെ ശൈശവം പഠിക്കുന്നു. അതുപോലെ ഒന്നുമില്ലാത്തിടത്തു നിന്നും ഒരാൾ, നമ്മൾ ഇപ്പോൾ ആർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, ബർസാത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ശങ്കർ ജയകൃഷ്ണനാണ് എൻ്റെ മ്യൂസിക്കിലെ ഭൂരിഭാഗം ചെയ്തത്. അന്ന് മ്യൂസിക് ചെയ്യുമ്പോൾ വെറും 18 വയസ്സേ ഉള്ളൂ. ആദ്യത്തെ സിനിമ 18 വയസ്സിൽ ഇത്രയും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ. അല്ല സാറേ, ഇയാളെ കണ്ടെത്തുന്ന ഒരു കഥയില്ലായിരുന്നു ഈ 18 വയസ്സിൽ ഈ ജയശങ്കറിനെ കണ്ടെത്തുന്ന ഒരു കഥയില്ലേ? അതെ, ജയകൃഷ്ണനെ കണ്ടു എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ജയകൃഷ്ണൻ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു, ഒരു മരപ്പണിക്കാരൻ്റെ മകനായിട്ട് ഗുജറാത്തിൽ ജനിക്കുന്നു, ആരോരുമില്ലാതെ, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒരു ദിവസം ട്രെയിനിൽ കയറി ബോംബെ വരുന്നു. ബോംബെ വന്നിട്ട് അയാളുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ കൂടെ താമസിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാളെ ഒരു സ്ഥലത്ത് വെച്ച് ആകസ്മികമായിട്ട് ഈ രാജ് കപൂറിൻ്റെ പിതാവ് പൃഥ്വിരാജ് കപൂറിനെ കാണാൻ വരുന്നു. പൃഥ്വിരാജുവിനെ അയാൾ 2-3 ഗാനങ്ങൾ അയാൾ ബിഥോവൻ്റെ ഒരു സിംഫണി പാടി വയലിൻ വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് ഹി വാസ് ഡംസ്ട്രക്ക്. ആര്? ഈ പൃഥ്വിരാജ്. അത് ഈ 6th സിംഫണി വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത, എക്സ്പോഷർ ഇല്ലാത്ത, ആരെയും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ കലാകാരന്മാരോട് ഇടപെടാത്ത ഈ മനുഷ്യൻ, അതാണ് ജീനിയസ് എന്ന് പറഞ്ഞാൽ. ആ ജീനിയസിനെ പൃഥ്വിരാജ് കണ്ടെടുത്തു എന്നുള്ളതാണ് കാര്യം. പിന്നെ അന്ന് തൊട്ടുള്ള ആ വളർച്ച, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് സംഭവിച്ചു. 41-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അതിനു മുമ്പ് ജാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പുതിയ സംഭവം ഉണ്ടാക്കി. രാഗങ്ങൾ ജാസുമായിട്ട് ശൈലിയുമായിട്ട്, ഇപ്പം നമ്മളിന്ന് ഈ കദ്രിയൊക്കെ ചെയ്യുന്ന പോലെ ഫ്യൂഷൻ മ്യൂസിക്കിൻ്റെ ആദ്യ ഘട്ടമാണെന്ന് ചെയ്തിരുന്നത്. 1968 ജാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സംഭവം. അത് വലിയ പ്രഗത്ഭന്മാരെല്ലാം അണിനിരത്തി കൊണ്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതിനൊരു മലയാളി കഥയുണ്ട്. അന്ന് ഗ്രാമഫോൺ കമ്പനിയുടെ ചെയർമാനായിരുന്ന ഭാസ്കര മേനോൻ എന്ന് പറഞ്ഞയാൾ, വിജയമേനോൻ എന്ന് പറഞ്ഞൊരു സിനിമ നടനുണ്ടായിരുന്നു പഴയ കാലത്തെ. വിജയമേനോൻ്റെ പിതാവായിരുന്നു. അപ്പോൾ അങ്ങേരുടെ അനുഗ്രാശിസ് കൊണ്ട് മാത്രമാണ് ഈ HMV-ക്കാർ ഈ ജാസ് സ്റ്റൈല് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിന് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കാനും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് വലിയ ഒരു വെഞ്ചറാക്കാനും മാറ്റാൻ സാധിച്ചതെന്നുള്ള ഒരു മലയാളി ഒരു ഇതും കൂടെ ഉണ്ട് അതിനകത്ത്. ഏതായാലും അതിനകത്ത് നമ്മളൊരു പാഠം എന്ന് പറഞ്ഞാൽ, ആർക്കും ഏത് നിലയിലും കഴിവുണ്ടെങ്കിൽ ചെന്നെത്താൻ സാധിക്കുമെന്ന് ജയകൃഷ്ണൻ വെറുതെ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തു. കാര്യം എല്ലാം കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് കാണിക്കുക. നൊട്ടേഷൻസ് നമ്മൾ കൈയുടെ ഒരു കാര്യങ്ങൾ അദ്ദേഹം എഴുതാറില്ലായിരുന്നു പറഞ്ഞാൽ, വെറും വിരലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നൊട്ടേഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതൊന്നും അന്നത്തെ ആർക്കും അറിയ പോലുമില്ല സംഭവം. അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു സിനിമയുടെ ചെയ്യണമെങ്കിൽ, മേരാ നാം ജോക്കർ എന്ന് പറഞ്ഞ സിനിമ ലോകത്തിലെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് മേരാ നാം ജോക്കർ. അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ വെറും 3 ദിവസം എടുത്തിട്ടുള്ളൂ. കാര്യം 1, 2, 3 മാസങ്ങൾ സാധാരണ എടുക്കുന്ന സമയത്ത് ഇയൊക്കെ 3 ദിവസം മതി. അപ്പം ഒരു 3 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പ്രതിഭാധനന്മാരായിട്ടുള്ളവർ പെട്ടെന്ന് മരിച്ചു പോകുന്ന എന്താണെന്നും എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു ദുഃഖമുണ്ടായിരുന്നു. ചിലപ്പോൾ സ്ട്രെസ് കൊണ്ടായിരിക്കാം, നമ്മുടെ ഒരു കോമ്പറ്റീഷൻ്റെ ഇതുകൊണ്ടായിരിക്കാം, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതമായിരിക്കും, നാളത്തേക്കുള്ള നമ്മുടെ അന്നം എങ്ങനെ കിട്ടുമെന്നുള്ളതായിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരിക്കാം. എല്ലാവരും ചെറുപ്രായത്തിൽ മരിച്ചിട്ടുണ്ട്. ഖേംചന്ദ് പ്രകാശ് ആയേഗ ആനേവാല എന്ന് പറഞ്ഞ
പാട്ടെഴുതിയ ഖേംചന്ദ് പ്രകാശ് മരിക്കുമ്പോൾ 36 വയസ്സ്. രാജാ മെഹദി അലി ഖാൻ മരിക്കുമ്പോൾ 38 വയസ്സ്. ശൈലേന്ദ്രൻ മരിക്കുമ്പോൾ 42 വയസ്സ്. ജയകിഷൻ മരിക്കുമ്പം 41 വയസ്സ്. എന്താണെന്നറിയില്ലേ, ചെറുപ്രായത്തിൽ ഇവരെല്ലാം മരിച്ചു പോകും. അപ്പം അതെല്ലാം ഒരു രസകരമായ സംഭവമാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ, ഇതിലത്തെ ഓരോ ചാപ്റ്ററും ഓരോ സംഭവമാണ്. ഇപ്പോൾ ഒരെണ്ണം റേഡിയോ ആണെങ്കിൽ, ഒന്ന് എസ്കോബർ ആണെങ്കിൽ, ഒന്ന് ജയകൃഷ്ണനായിരിക്കും. അല്ലേ, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളരെ സമയം കുറച്ചുള്ളൂ, എന്നാലും ഒരു ചോദ്യം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ ജിയാനി വൈസാച്ചി ഉൾപ്പെടെയുള്ള പറയുന്ന ആളുകളുടെ മരണത്തിൽ ഈ സ്വർഗാനുരാഗികളുടെ അല്ലെങ്കിൽ സ്വർഗാനുരാഗത്തിൻ്റെ ചില ഷെയ്ഡുകൾ കാണുന്നുണ്ട്. ആ മരണത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം സാർ അതെങ്ങനെയാണ് സാറേ കാണുന്നത്? ചെറിയൊരു സമയത്തിൽ പറഞ്ഞാൽ. അത് പെട്ടെന്ന് 2 ചാപ്റ്ററിൻ്റെ അകത്ത് ഞാൻ പറയുന്നത്. ഒന്ന് പസോളിനി, വിശ്വവിഖ്യാതനായ ഇറ്റാലിയൻ ഡയറക്ടർ പസോളിനിയുടെ ചാപ്റ്ററിലും ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറായ വെഴ്സാച്ചയുടെ ചാപ്റ്ററിലും പറയുന്നൊരു കാര്യം, സ്വർഗ അനുരാഗികളായിരുന്നു ഇവർ രണ്ടുപേരും. സ്വർഗ അനുരാഗി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്ത് കുഴപ്പക്കാരനൊന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, എനിക്ക് തോന്നിയൊരു കുഴപ്പം, ഇവരുടെ എല്ലാം ഫ്രണ്ട്സ് വളരെ ലോ ഇവരുമായിട്ട് കലാപരമായിട്ട് ഒന്നും യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും നടത്താൻ അതിനുള്ള ആക്സസബിൾ അല്ലാത്ത ആൾക്കാരാണ്. ഒരിക്കൽ പോലും അവരുടെ വീടുകളിൽ കയറുകയോ വീടിൻ്റെ അകത്തളങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉദ്യാനങ്ങളിലിരുന്ന് എന്തെങ്കിലും ഒരു മധു നുകരാനോ ഒന്നും സാധാരണ ചിന്തിക്കാൻ പോലും പറ്റാത്തവർക്ക് ഒരു ഈസി ആക്സസ് കിട്ടുന്നുണ്ട്. കാര്യം ഇതിനകത്ത് പറഞ്ഞ ആൻഡ്രൂ കുനാനൻ എന്ന് പറഞ്ഞ ആളും അതുപോലെ തന്നെ ഈ ഇറ്റാലിയൻ പസോളിനെ കൊലപ്പെടുത്തിയ പലോസി, ഈ പലോസി എല്ലാം തന്നെ വളരെ ലോ പ്രൊഫൈലായിട്ട് വളരെ ഒരു വിധത്തിലും ഇവരൊന്നുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തവരായിരുന്നു. അപ്പം നോർമൽ സെൻസിൽ. അപ്പോൾ ഈ സ്വർഗാനുരാഗികൾക്കുണ്ടാകുന്ന ദുര്യോഗം എന്ന് പറഞ്ഞാൽ ഇവർ പലർക്കും പലതും ഇവർ കണ്ട മാത്രമേ ഇഷ്ടപ്പെടുന്നു. ഇവർക്ക് അതിബുദ്ധിമാന്മാരായിരിക്കാം, പക്ഷേ ഇവരുടെ ഒന്നും പിൽക്കാല ചരിത്രങ്ങളോ ഇവരുടെ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുകളോ ഒന്നും അന്വേഷിക്കാൻ മെനക്കെടുന്ന പോലുമില്ല. ഇവരെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നു അതിഥികളായിട്ട് താമസിപ്പിക്കുന്നു, ഇവരുടെ സങ്കേതങ്ങളിൽ പോകുന്നു. ഇവർക്കൊക്കെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. പ്രത്യേകിച്ച് ഈ വെഴ്സാച്ചയൊക്കെ മരിച്ച വലിയൊരു പ്രശ്നമാണ്. കാര്യം ഈ വെഴ്സാച്ച മരിച്ചത് 45 വയസ്സിലാണ് മരിച്ചത്. എല്ലാ അതുപോലെ മരിക്കുന്നു. വെഴ്സാച്ച ജീവിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസൈനേഴ്സിൽ ഒരാളായനെ. പസോളിനി ജീവിച്ചിരുന്നതിൽ എത്രയോ സിനിമകൾ ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വെറും ഇങ്ങനെ രാത്രിയുടെ ഏതോ അന്ത്യയാമങ്ങളിൽ ഇവരുടെ കത്ത് കുത്തേറ്റും സ്ട്രാങ്കുലേറ്റ് ചെയ്തും ഒക്കെ മരിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരവരെല്ലാം. അപ്പം അതൊരു സ്വർഗാനുരാഗത്തിൻ്റെ ബാക്കിപത്രമാണെന്ന് തോന്നുന്നു. എപ്പോഴും ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒന്ന് ചിന്തിക്കാതെ, നെവർ ലവ് എ സ്ട്രേഞ്ചർ എന്ന് പണ്ട് പറയല്ലേ, നെവർ ലവ് എ സ്ട്രേഞ്ചർ എന്ന് പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ട് ഇവരെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിപത്രമായിരിക്കും ഇവരുടെ അകാലത്തിലുള്ള മരണം എന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ വെള്ളപൂശാനോ അല്ലെങ്കിൽ അത് തെറ്റോ ശരിയോ ഒന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷേ എനിക്ക് തോന്നി, എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു സർ. ഈ പുസ്തകത്തിലെ ബാക്കി വിവരങ്ങൾ കുറേ കൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു ആഗ്രഹം കൂടെയുണ്ട് ഈ സെഷൻ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ആൾക്കാർക്ക് ചോദിക്കാം. എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഈ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും ഇത്തരം എഴുത്തുകൾ സാറിൻ്റെ അകത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാറ് പറഞ്ഞൊരു കാര്യമാണ്, നെവർ ലവ് എ സ്ട്രേഞ്ചർ, നെവർ ലവ് എ സ്ട്രേഞ്ചർ. സാറേ, കോഴിക്കോട് വന്ന് ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന് മരിച്ച ജോൺ അബ്രഹാം പാബ്ലോ പസോളിനിയുടെ കേരള പതിപ്പാണ്. ജോൺ അബ്രഹാം കോഴിക്കോട് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ വന്നിട്ട് മദ്യപിച്ച് കൂട്ടുകാരോടൊത്ത് നിന്നിട്ട് അവിചാരിതമായി വീണ് മരിച്ചതാണെന്നുള്ളത് കോൺട്രവേഴ്സ്യലാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി നെവർ ലവ് എ സ്ട്രേഞ്ചർ, അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ജോൺ അബ്രഹാം. അദ്ദേഹം മരിച്ചതും പാബ്ലോ പസോളിനി മരിച്ചതുപോലെയാണ് ഏകദേശം. എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ജീവിതത്തിൽ ഫുട്ബോളും സംഗീതവും
ഇങ്ങനെ വിവിധ ചേരുവകളിൽ എല്ലാം കൂടി ഒരു എൻസൈക്ലോപീഡിയക്കായിട്ടുള്ളൊരു മനസ്സാണ്. അത് എങ്ങനെ ചെറുപ്പത്തിൽ ഇത് എങ്ങനെ വന്നതാണോ എന്ന്. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു മനസ്സ്, സംഗീതവും ഫുട്ബോളും ഇതെല്ലാം കൂടി ചേർന്നൊരു മനസ്സ്. അത് സാറൊന്ന് പറയാമോ? ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തു? ഇത് ഈ നല്ല കാര്യങ്ങളോട് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവമാണ്. സിമ്പിൾ ലക്ഷറീസ്. ചെറുപ്രായത്തിൽ തന്നെ വലിയ കാറുകൾ അങ്ങനത്തോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറിയ ലക്ഷറീസ്, പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ മനുഷ്യനെ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒബ്സർവേഷൻ, ചിലപ്പോൾ ഒരു പാസീവ് ഒബ്സർവറായിട്ട് നിൽക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു, നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുള്ള പറയുമോ, വലിയൊരു സംഭവമാണ് ഓരോ മനുഷ്യ ജീവിതവും. നമ്മൾ ഒബ്സർവ് ചെയ്യാതെ ഒന്നും കാണാതെ മരിക്കുന്നവരാണ് കൂടുതലും. ഈ ജോൺ എബ്രഹാമിൻ്റെ സംഭവം തന്നെ, നടന്ന് ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് താഴോട്ടങ്ങ് പോകുമായിരുന്നു ജോൺ എബ്രഹാമിൻ്റെ. അപ്പം ഈ സ്ട്രേഞ്ചേഴ്സാണെന്ന് കൂടിയിരുന്ന പലരും, എന്നും സ്ട്രേഞ്ചേഴ്സ് കൂടുന്നു, ഓരോ ദിവസവും സ്ട്രേഞ്ചേഴ്സ് വരുന്നു പോകുന്നു. അതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് സെൻട്രൽ കഥാപാത്രം ഇങ്ങനെ കാണുമെന്നല്ലാതെ വരുന്നവർ വരുന്നു തിരിച്ചു പോലും അറിയില്ല. പക്ഷേ നമ്മളത് എപ്പോഴും നമുക്ക് സ്ട്രേഞ്ചേഴ്സിനെ ഒഴിവാക്കാൻ ജീവിതത്തിൽ പറ്റുകയില്ല. അതല്ല നമുക്ക് ചില ഫസ്റ്റ് നമ്മൾ ഒറ്റ നോട്ടത്തിന് ആദ്യ നോട്ടത്തിൽ തന്നെ അനുരാഗം തോന്നുന്നത് പറഞ്ഞ പോലെ ചിലരെ ആദ്യ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഇമ്പ്രസീവ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട പറഞ്ഞു, ഞാൻ ഈ സ്ട്രേഞ്ചറാണ്, ഞാൻ അങ്ങോട്ട് നോക്കുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ നമ്മുടെ പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എന്താ പറയേണ്ടത്, നമ്മുടെ ആ യുക്തിയെ. സാറേ, ഞാനിതിലൊരു കാര്യം ഇതിനോട് ചേർത്ത് ചോദിക്കുകയാണ്. ഇതിൽ പലപ്പോഴും ലഹരിയും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാവുന്നില്ലേ? ഈ രണ്ടെണ്ണത്തിൻ്റെ സ്ട്രേഞ്ചേഴ്സും ലഹരിയും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ഡേഞ്ചറസ് ആവുന്നില്ലേ അത്? ഈ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലഹരിയെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്ന പല രീതി ക്ലാസിഫൈ ചെയ്യണം. ലഹരി ഈ നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ ലഹരി ഒന്നുണ്ട്. കഞ്ചാവ് പോലത്തെ അല്ലെങ്കിൽ ഭാങ് ഉപയോഗിക്കുന്ന ലഹരി വേറെയാണ്. സംഗീതത്തിൻ്റെ ലഹരി വേണം. ലഹരി ഒബ്സഷൻ, സ്ത്രീയോടുള്ള ലഹരി, ഇതെല്ലാം ലഹരിയല്ലേ ഇത്? ഞാൻ ഈ മദ്യവും കഞ്ചാവും പോലുള്ള ലഹരിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. മദ്യ, അപ്പോൾ അതിനകത്ത് ആ ലഹരി മനുഷ്യരോടുള്ള ലഹരി. അതിപ്പം അതിനകത്ത് ലഹരി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നമ്മുടെ ഈ ജനറ്റിക്കൽ മിസ്ബാലൻസ് ഉണ്ടാവും. എങ്ങനെ അമ്മ മകനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സമൂഹത്തിനോട് നമ്മൾ എങ്ങനെ ചെയ്യണം, സമൂഹത്തിൽ എങ്ങനെ നടക്കണം, എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, പിന്നെ നമ്മുടെ എറ്റിക്വറ്റ് എന്തൊക്കെയാണ്, നമ്മുടെ ഈവൻ നമ്മുടെ ടോയ്ലറ്റ് മര്യാദകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ അകത്തൊരു പെട്ടെന്നൊരു എന്താ പറയേണ്ടത്, ഒരു അബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നതും സ്നേഹബന്ധങ്ങളും തമ്മിലെ ഡെഫിനിഷൻസ് മാറിപ്പോവും. നമുക്ക് ഇഷ്ടമില്ലാത്തവർ ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനേഷൻ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും കാര്യം. ലഹരിയുടെ ഏറ്റവും വലിയ കുഴപ്പം കാലക്രമേണ അടിയുറച്ച് നിൽക്കുന്ന എല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞ്, ആ മാനദണ്ഡങ്ങളും ഡെഫിനേഷൻസിനും കുറേ വ്യത്യാസങ്ങൾ വരുന്നത് അത് ദോഷകരമായിട്ട് ഭവിക്കാതെ. ഉറപ്പായിട്ടും ദോഷകരമായിട്ട് തന്നെയാണ് ഭവിക്കുക. സമൂഹത്തെയും വ്യക്തിയെയും രാജ്യത്തെയും കൂടെ ദോഷകരമായി ഭവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ആരെങ്കിലും ചോദിക്കാൻ നമുക്ക് 1 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞില്ല കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടങ്ങളാണ്. നമ്മൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ടിനോടൊരു ഇഷ്ടം പോലെ തന്നെ ക്രൈംസിനോടും എനിക്കിഷ്ടമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇദ്ദേഹം വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. ഞാനൊരു ദിവസം USA പോയ സമയത്ത്, USA സമയോ കംപ്ലീറ്റ് USA പോയ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഗ്യാങ്ങുമായിട്ടൊരു M16 എന്ന് പറഞ്ഞ വലിയൊരു വളരെ കുപ്രസിദ്ധമായൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതിൽ കുറേ മെമ്പേഴ്സിനെ പരിചയപ്പെടാൻ ചെയ്യുന്നു. അവരോട് ചില കോമൺ ഇൻട്രസ്റ്റ് സംസാരിക്കുന്നു. അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു സ്ഥലത്തേക്ക്. നേരെ അങ്ങ് പോവുക സൗത്ത് അമേരിക്കയിലേക്ക്, മെക്സിക്കോയിലേക്ക്. സാധാരണ അങ്ങനെ പോകാറൊന്നുമില്ല ആരും. പോയാൽ കയ്യും കാലും ഒന്നുമില്ലാതെ തിരിച്ചു വരികയുള്ളൂ. അപ്പം അവരുടെ ജീവിത രീതി എന്താണെന്ന് ഒരു ഔത്സുക്യം, അതൊരു ഫേറ്റൽ അട്രാക്ഷൻ എന്ന് പറയും. ചിലപ്പോൾ എന്ത് ദുരന്തവും സംഭവിക്കാവുന്ന രീതിയിലുള്ള
ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു പ്രവണത എനിക്കുണ്ടെന്ന് തോന്നുന്നു. അത് നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചീത്ത തന്നെയാണ്. അപ്പം ഇഷ്ടങ്ങളാണ് ഇതിൻ്റെ എല്ലാം. എല്ലാത്തിനോടും ഇഷ്ടമുണ്ട്, അതാണ് ഈ കുഴപ്പം. സാറേ, നമുക്ക് സമയം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പുസ്തകത്തിൽ തോന്നുന്നതല്ല, ഉറപ്പായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ ഈ പുസ്തകം നൽകുന്നുണ്ട്. എനിവേ, താങ്ക് യു.